പ്രൈസ് ദി ലോർഡ്. മനോഹരമായ ഈ പ്രഭാതയാമത്തിൽ തിരുവചനത്തെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നതായ അധികാരിയായ ഒരു മനുഷ്യൻ നമ്മുടെ ഭവനത്തിൽ നമ്മൾ ക്ഷണിക്കാതെ തന്നെ ഓർക്കാപ്പുറത്ത് കയറി വന്ന് നമ്മുടെ ഭവനത്തിൽ ഒരു ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് വലിയ ഒരു നന്മ നമ്മുടെ ഭവനത്തിന് ചെയ്തു എന്നിരിക്കട്ടെ. നമുക്കെന്താണ് തോന്നുക? നമ്മൾ എന്താണ് ചെയ്യുക? ഇങ്ങനെ വലിയൊരു മനുഷ്യൻ നമ്മുടെ ഭവനത്തിൽ വന്നതായി അയൽവക്കങ്ങളിലെല്ലാം നമ്മൾ ചെന്ന് പ്രസിദ്ധപ്പെടുത്തും, ദേശത്ത് പ്രസിദ്ധപ്പെടുത്തും. കാണുന്ന എല്ലാ സോഷ്യൽ മീഡിയയിൽ കൂടെയും ഈ വാർത്ത ലോകത്തിൻ്റെ നാനാ കോണുകളിൽ എത്തിക്കും. അതാണ് മനുഷ്യൻ്റെ സ്വഭാവം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ ഓർക്കാപ്പുറത്ത് ഒരുവൻ്റെ ഭവനത്തിൽ ഒരു വ്യക്തി വന്ന് അവനെ അനുഗ്രഹിച്ചപ്പോൾ, വലിയ ഒരു നന്മ അവൻ്റെ ജീവിതത്തിൽ ചെയ്തപ്പോൾ, പ്ലീസ് എൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണമേ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പ്രഭാതത്തിൽ താല്പര്യപ്പെടുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ ആ വ്യക്തി പത്രോസാണ്. പത്രോസ് ഒരു ദിവസം മീൻ പിടിക്കാൻ കടലിൽ പോയി. വളരെ പ്രതീക്ഷയോട്, കടഭാരം വളരെ ഉണ്ട്. ഒരു മുക്കുവനെ സംബന്ധിച്ചിടത്തോളം ആഴക്കടലിൽ മീൻ പിടിക്കാൻ പോകുന്നത് വലിയ കണക്കുകൂട്ടലുമായിട്ടാണ്, സ്വപ്നവുമായിട്ടാണ്. അവൻ്റെ മുന്നിൽ അനേക ആവശ്യങ്ങളുണ്ട്. ഓരോ രാത്രിയും കിട്ടുന്ന മീനും കൊണ്ട് വേണം അവൻ്റെ മുൻപിലുള്ള ആ സകല സ്വപ്നങ്ങൾക്കും ചെലവിടുവാൻ. ഒരു രാത്രി മീൻ ലഭിച്ചില്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ അന്ന് പട്ടിണിയാകും. കാരണം അന്നന്നത്തേക്ക് കിട്ടുന്നതായ അനുഭവങ്ങളാണ് ആ മിക്ക വീടുകളിലും അവർക്ക് ആശ്രയം എന്ന് നമുക്ക് വ്യക്തമായി അവരുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പത്രോസ് ഒരിക്കൽ ആഴക്കടലിൽ മീൻ പിടിക്കാൻ പോയെങ്കിലും ഒരു മീനെ പോലും കിട്ടിയില്ല. ദുഃഖിതനായി കടലിൽ നിന്ന് കരയിലേക്ക് തൻ്റെ വഞ്ചിയുമായി താൻ അടുക്കുകയുണ്ടായി. എന്നാൽ പത്രോസിൻ്റെ ദുഃഖം കണ്ട യേശു പത്രോസിൻ്റെ പടകിൽ കയറി അവിടെ ഇരുന്നു കൊണ്ട് അനേകരോട് സുവിശേഷം പ്രസംഗിച്ചു. ഒടുവിൽ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, പത്രോസേ, നിൻ്റെ വലയെ ആഴത്തിലേക്ക് ഇറക്കുക. നീ രാത്രി മുഴുവനും മീൻ പിടിക്കാൻ പോയി, നിനക്കൊന്നും കിട്ടിയില്ല. നിൻ്റെ ഭവനത്തിൽ ഇന്ന് പട്ടിണിയാണെന്ന് എനിക്കറിയാം. ആഴത്തിലേക്ക് മീൻ ഇറക്കുക എന്ന് പത്രോസിനോട് പറഞ്ഞു. പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എങ്കിലും നിൻ്റെ വാക്ക് അനുസരിക്കാം. നിൻ്റെ വാക്കിൽ എന്തോ ഒരു നടത്തിപ്പുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. കടലിൽ മേലുള്ള ഒരധികാരം നിന്നിലുണ്ട് എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഞാനത് ചെയ്യാം. പത്രോസ് അങ്ങനെ ചെയ്തു. അവൻ്റെ വള്ളത്തിനും അവൻ്റെ വലയ്ക്കും ഉൾക്കൊള്ളുവാൻ കഴിയാത്തതായ വലിയൊരു മീൻകൂട്ടം പത്രോസിനെ ലഭിച്ചു. പൊടുന്നനവേ പത്രോസ് യേശുവിൻ്റെ അടുത്ത് വന്ന് അവൻ്റെ കാൽക്കൽ വീണ് കർത്താവിനോട് പറയുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം നമുക്ക് വായിക്കാം. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ ആകൊണ്ട് എന്നെ വിട്ടു പോകണം. ദൈവത്തിന് സ്തോത്രം. സാധാരണ ബുദ്ധിയിൽ ഇങ്ങനെ ഒരു വ്യക്തി ആ പടകിൽ എന്നും ഇരിക്കുകയാണെങ്കിൽ എത്ര വലിയ അനുഗ്രഹമായിരിക്കും. ആഴത്തിൽ മീൻ പിടിച്ച് വലിയ ധനികനാകുവാനുള്ളതായ വലിയൊരു സന്ദർഭം. എന്നാൽ പത്രോസ് പൊടുന്നനവേ കർത്താവിനോട് പറയുകയാണ്, ഞാൻ പാപിയാണ്. നിൻ്റെ സാന്നിധ്യം എൻ്റെ ഒപ്പം വരുവാൻ പാടില്ല. കാരണം അതിന് ഞാൻ യോഗ്യനല്ല. എൻ്റെ പാപങ്ങളെല്ലാം നീ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ജോലി ചെയ്യുവാൻ കഴിയത്തില്ല. എൻ്റെ പാപങ്ങൾ എന്നെ നിന്നോട് അടുത്തിരിക്കുവാൻ എന്നെ സമ്മതിക്കുന്നില്ല. ദൈവഭയം പത്രോസിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ദൈവഭയം എന്ന് പറയുന്നു. എന്നാൽ ദൈവഭയം ഇല്ലാത്ത ഒരു മനുഷ്യനെ അങ്ങനെ അനുഗ്രഹിക്കുമ്പോൾ
അവൻ ആ അനുഗ്രഹത്തെക്കുറിച്ച് വഴിനീളെ പ്രസംഗിച്ചു കൊണ്ട് നടക്കും. കാരണം അവൻ പാപിയായിരിക്കുകയും കൂടെ അവൻ്റെ പാപത്തെ മറച്ചുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിക്കുന്നു എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഹസനമായി പ്രദർശിപ്പിക്കും. ദൈവം ആ പ്രദർശനത്തെ വെച്ചു പൊറിപ്പിക്കില്ല. അധികം നാൾ ആ പ്രദർശനത്തിലും പ്രഹസനത്തിലും മനുഷ്യന് നിലനിൽക്കുവാൻ കഴിയുകയില്ല. അവൻ്റെ മുൻപിൽ പരിശോധനകൾ വരും, അനർത്ഥങ്ങൾ വരും. ആ അനുഭവത്തിൽ നിന്ന് ദൈവം അവരെ കൈവിട്ട് കളയും. എന്നാൽ പത്രോസിനെ പോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവം നമ്മളിൽ ചെയ്യുന്നതായ പ്രവൃത്തി, നമ്മുടെ പാപത്തെക്കുറിച്ചുള്ളതായ ഒരു ബോധം നമ്മിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥത്തിലുള്ള ദൈവഭയം. ആ ദൈവഭയം കർത്താവ് നമ്മെ സ്നേഹിക്കുന്ന സ്നേഹം നമ്മിലേക്ക് ഊറ്റുന്നതിന് കാരണമായി തീരുന്നു. കർത്താവ് യേശു പത്രോസിനോട് പറഞ്ഞ വാക്ക്, പത്രോസേ, നീ പറഞ്ഞത് ഞാൻ കേട്ടു. നിന്റെ പാപത്തെക്കുറിച്ചുള്ളതായൊരു ബോധം, നീ എൻ്റെ മുൻപിൽ നിൽക്കുവാൻ യോഗ്യനല്ല എന്ന് നിന്റെ ഹൃദയം നിന്നോട് പറഞ്ഞ് നിനക്കുണ്ടായതായ പശ്ചാത്താപത്തെ ഞാൻ തിരിച്ചറിയുന്നു. പക്ഷെങ്കിൽ ഇന്ന് ഞാൻ നിന്നെ രൂപാന്തരപ്പെടുത്തും. ഞാൻ നാളെ മുതൽ നിന്നെ മനുഷ്യനെ പിടിക്കുന്ന മനുഷ്യനാക്കി നിന്നെ മാറ്റും. നോക്കൂ, ദൈവം പത്രോസിനെ ഏറ്റെടുക്കുകയാണ്. അവൻ്റെ ഭവനത്തിലെ ആവശ്യങ്ങൾ, അവൻ്റെ കടങ്ങൾ, അവൻ്റെ ദുഃഖങ്ങൾ, അവൻ്റെ വേദനകൾ, അവൻ്റെ ആവലാധികളെല്ലാം ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പോടുകൂടെ പരിഹരിക്കപ്പെട്ടു. അങ്ങനെ പത്രോസ് തനിക്കുള്ളതെല്ലാം വിട്ടിട്ട് കർത്താവിനെ സ്നേഹിച്ച് സേവിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ പാപിയായിരിക്കുമ്പോൾ ദൈവം നമ്മളിലേക്ക് അടുത്തു വരുന്നുണ്ടെങ്കിൽ നമ്മുടെ പാപത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യം, ഒരു തിരിച്ചറിവ്, ഒരു പശ്ചാത്താപം, ഒരു മനസ്താപം നമ്മിൽ വരുത്തുന്നില്ല എങ്കിൽ വേറൊരു വ്യക്തി, ഒരു പൈശാചിക രൂപം നമ്മിൽ പ്രത്യക്ഷപ്പെടും. അതാണ് സങ്കീർത്തനക്കാരിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നീ ഇതൊക്കെയും ചെയ്ത് ഞാൻ മൗനമായിരിക്കാൻ ഞാൻ നിന്നെപ്പോലെ ഉള്ളവനെന്ന് നീ കരുതി. യെസ്, അതായിരിക്കും മനുഷ്യന് വരുന്നതായ നിഗമനം. രണ്ട് നിഗമനത്തിലേക്ക് പോകും. നമ്മിൽ ദൈവഭയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ പാപത്തെക്കുറിച്ചുള്ളൊരു ബോധ്യം ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ടുവരും. ഇല്ലായെങ്കിൽ നമ്മെപ്പോലെ ഉള്ള ഒരു വ്യക്തിയായി ദൈവത്തെ നമ്മൾ കണക്കാക്കും. അത് നമ്മുടെ തകർച്ചയ്ക്ക് കാരണമായി തീരും. മനസ്താപം നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നു. മനസ്താപം നമ്മുടെ അനുഗ്രഹത്തിന് കാരണമാകുന്നു. മനസ്താപം നമ്മുടെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും നിത്യജീവനും വഴി തെളിക്കുന്നു. എന്നാൽ മനസ്താപമില്ലാത്ത ഹൃദയം ദൈവത്തെ തരം താഴ്ത്തിക്കളയുന്നു. നമ്മെപ്പോലെയുള്ളവനാണ് ദൈവമെന്നുള്ളതായ ഒരെണ്ണം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു, നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നു. അത് പിശാച് കൊണ്ടുവരുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ നിന്ന് നന്മ അനുഭവിക്കുമ്പോൾ ആ നന്മകൾ നമ്മുടെ പാപത്തെക്കുറിച്ചുള്ളൊരു ബോധ്യം വരുമാറും നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരമുണ്ടാകണം, വ്യത്യാസമുണ്ടാകണം. അതിനാണ് രക്ഷയെന്ന് പറയുന്നത്. ഞാൻ യോഗ്യനല്ലാതിരിക്കെ, ഞാൻ അർഹതയില്ലാതിരിക്കെ, എൻ്റെ ഭവനം അതിന് യോഗ്യമില്ലാതിരിക്കെ, എൻ്റെ പടകും വഞ്ചിയും എൻ്റെ ജോലിയും അതിന് യോഗ്യമല്ലാതിരിക്കെ അരുമനാഥൻ എൻ്റെ പടകിൽ കയറി വന്നു എന്നുള്ളതായ ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാകുമ്പോൾ ആ ബോധ്യം നമ്മെ പാപത്തിൻ്റെ ആഴത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് നമ്മിൽ തരുന്നു. നമ്മെ ബോധമുള്ളവനാക്കുന്നു, ഐശ്വര്യമുള്ളവനാക്കുന്നു, പരമാർത്ഥതയുള്ളവനാക്കുന്നു, ആത്മാർത്ഥതയുള്ളവനാക്കുന്നു. നീതിയിലേക്കുള്ള ജീവിക്കുവാൻ ഒരു വാഞ്ച നമ്മുടെ മനസ്സിൽ തരുന്നു. ആ വാഞ്ച നമ്മെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ ദൈവത്തെ തരം താഴ്ത്തി കാണുന്നത്, നമ്മെപ്പോലെ ഉള്ളവരെന്ന് ദൈവത്തെ കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ തകർച്ചയുടെ ആരംഭവുമാകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ കേട്ട വചനം പത്രോസിനെ പോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ മനസ്താപവും പാപബോധവും മാനസാന്തരവും ഉണ്ടാക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ രക്ഷയ്ക്കും നമ്മുടെ സമാധാനത്തിനും കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.